ഹായ് അടുത്ത പറഞ്ഞില്ലേ പോവാം. ഓക്കെ, അങ്ങനെ ഓഫീസിൽ നിൽക്കുന്ന പായനെ കാണിക്കുക. പായ ചോദിക്കും നാനോട് എന്തെങ്കിലും ഇനി വർക്ക് ചെയ്യാനുണ്ടോ, ഇത് കഴിഞ്ഞില്ല വയ്ക്കും. അപ്പോൾ ഇല്ല, നോർത്തിന് കാണാൻ വന്നിട്ടുണ്ട്, നോർത്ത് എന്തോ പറയാണ്ട് പോലും, നോർത്തും യും പുറത്ത് കാത്തിക്കണ്ട് പറയും. എന്നാൽ വിളിക്കുക പറയും. അപ്പോഴേക്കും നോർത്ത് കഥ തുറന്ന് നിന്നിട്ട് എത്ര നേരം ഞാൻ എത്രത്തോളം ഞാൻ കാത്തിക്കാൻ തുടങ്ങിയിട്ട് തരും. അപ്പോൾ ഒരു ഞങ്ങൾക്ക് തട്ടിയിലൊക്കെ ഇങ്ങോട്ട് കയറി തരാം. അപ്പോൾ ഒരു ഞാൻ വിചാരിച്ചു എനിക്കതൊന്നും വേണ്ട, ആവശ്യമില്ല. അപ്പോൾ എന്താ വെച്ചാൽ എന്താ പറയാനുള്ളത് പറയും. എനിക്കല്ല പറയാനുള്ളത്, യൂനാ പറയാനുള്ളത് പറയും. അപ്പോൾ ഈ പറയും ഞങ്ങളൊരു ഡിന്നർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ടേനു, ഒരു ഡിന്നറും ഒരു പാർട്ടി പോലെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ പറയുമ്പോൾ എന്താ അറിയില്ല, പേടിച്ചിട്ടാ പറയാ പായനോടല്ലോ. അങ്ങനെ ചെക്കൻ വൃത്തിക്ക് എങ്ങനെയോ പറഞ്ഞു വരേനു. എന്താ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ നമുക്ക് വൃത്തിക്ക് പറയുമ്പോൾ അങ്ങനെ എടുത്ത് പിടിച്ചാൽ പറയാ പായ്, ഞാൻ നോക്കട്ടെ, ഞാൻ ഫ്രീ ഉള്ള സമയത്ത് പറയാം. അപ്പോൾ ഫ്രീ ഉള്ള വെച്ച് എന്നാ വെച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കുക, എന്തെങ്കിലും ഒരു ദിവസം പറയണമെന്ന് പറയും. നോയ്യും പറയും ഏത് ദിവസം ആയിക്കോട്ടെ, അത് സെറ്റാക്കാം, നമുക്ക് റെഡിയാക്കാൻ പറയും. പായ് പറയും എന്താ ഞാൻ ഈ ഇയറിലൊന്നും ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സഹി കെട്ടിട്ട് ഞാനാന്ന് വിളിക്കും നോർത്ത്. അപ്പോൾ ഞാൻ നോക്കാനായിട്ട് നോക്കുമ്പോൾ പായ് ഈ മന്ത് മൊത്തം ബിസിയാണ് പറയപ്പോട്ടെ. പായ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ബിസി മാനാണെന്നുള്ളതൊക്കെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ചോദിക്കും നോർത്ത് നോക്കി. അപ്പോൾ ഇന്ന് വയ്ക്കും. അപ്പോൾ ഇന്ന് രാത്രി ഒരു 8 മണിയൊക്കെ ആ സമയത്തൊക്കെ ഓക്കെയാണെന്ന് പറയും. അപ്പോൾ പായ് നല്ല അപ്പം നോർത്ത് അറിയും ഓക്കെ നെട്ടർക്കിൻ്റെ വീട്ടിൽ ഡിന്നറാണ് വന്നോളി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. നോർത്തിനോട് ചോദിക്കും നോർത്ത് കുറച്ചും കൂടെ പെട്ടെന്നായി പോലെ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ യു ആണെങ്കിൽ അത് ശരിയാണ്, പായ് പറഞ്ഞത് ശരിയാണ്, പെട്ടെന്നായി പോലെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. നോർത്ത് വാശിക്ക് പോകും. യു പാവെല്ലാം സെറ്റാക്കട്ടെ. യു എന്നിട്ട് അമ്മ അഭിനയിക്കുന്ന അവളോട് പോയി വിളിച്ചു പറയും നിങ്ങൾ ഒരു 8 ആകുമ്പോൾ ഫ്രീ ആവൂലേ? ഓക്കെ ഒന്നും കുഴപ്പമില്ല. അപ്പം അതുപോലെ നിങ്ങളാ ഫസ്റ്റ് തന്നെ ആ വീടൊന്നും റിയൽ എസ്റ്റേറ്റുകാരോട് പറഞ്ഞൊന്ന് സെറ്റാക്കണം. അപ്പം അതൊക്കെ സെറ്റ് ചെയ്യാൻ റെഡിയാക്കാറുണ്ട്. ലാസ്റ്റ് പോയി നോക്കുമ്പോൾ ഉണ്ടാവും എല്ലാ സാധനവും കൂടെ എടുത്തിട്ട് ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ കണ്ടിട്ട് എടാ അവിടെ തേങ്ങയൊക്കെ ഉണ്ട് യു ചോദിക്കുമോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോകണം. അപ്പോൾ ഒരു കൂസലില്ലാണ്ട് നോർത്ത് പറയും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടിട്ട് എന്താക്കാനാ? അപ്പോൾ അങ്ക് എജ്ജെന്താ വിചാരിക്കുന്നത് ഇതൊക്കെ വെച്ച് നമുക്ക് എന്താ ഉണ്ടാക്കാൻ കഴിയുക അങ്ങനെ വല്ല ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ കുക്കെന്ന് ചെയ്യല്ല. രണ്ടൊന്നും തേങ്ങ അറിയാണ്ട് എല്ലാ സാധനങ്ങളും അവിടെ നോക്കിയിട്ട് ഇങ്ങനെ ഇപ്പം എന്താ ചെയ്യാനുള്ള നിൽക്കുമ്പോൾ പിന്നെ പായിനെ കാണിക്കുന്നത്. പായ് നാനോട് യങ് പോർക്ക് വേണം, വൈറ്റ് പേപ്പർ വേണം, പിന്നെ ഗാർലിക് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇടയ്ക്കും ഇൻഗ്രീഡിയൻസിൻ്റെ. അതൊക്കെ സെറ്റാക്കുമ്പോൾ പുറത്തുനിന്നൊരു മുട്ടയൊക്കെ. അപ്പോൾ ഞാൻ കയറി വരുമെന്ന് പറയുമ്പോൾ ടിമ്മിനോട് പറയുമോ ഈ മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നേരെ കയറി വരാട്ടോ ബേബ് എന്നൊക്കെ പറയുമ്പോൾ ടിമ്മ് പറയാം കുഴപ്പമില്ല. പിന്നെ ഈ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ നമുക്കൊന്ന് യൂൻ്റെ അവിടെ ഡിന്നർ ഉണ്ടെന്ന്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഒരാൾ നോർത്ത് വെറുപ്പിച്ചിട്ടേ ഞാൻ പോകാൻ വിചാരിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ബെസ്റ്റ് ഡിഷുമായിട്ട് പോകാം. ഞാനെ പറയും ഇൻഗ്രീഡിയൻസ് സെറ്റായി അതൊക്കെ റെഡിയായി ഓക്കെ ഞാൻ പുറത്തേക്ക് പോകും. അപ്പോൾ ടിമ്മ് പറയും ഈ കുക്ക് ചെയ്യാൻ പോകാമെന്ന് എന്നോട് പറഞ്ഞില്ല. ടിമ്മ് ഭയങ്കര എക്സൈറ്റഡ് ആയി ചോദിക്കാം. അപ്പോൾ പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകണം. അപ്പോൾ നോ അങ്ങനെയൊന്നുമല്ല, ഈ കറക്റ്റ് സമയമാണ്, ഈ സമയത്ത് നോർത്തിനെ അറിയിക്കണം. എൻ്റെ ഫാമിലിനെക്കാട്ടും യു എന്നെ നോക്കും കൂടി ചെയ്യൂല, അതിന് കറക്റ്റ് സമയം അതെന്നൊക്കെ പറയും. എന്നിട്ട് അതിനാണ് ഞാൻ മെലൻസ് ഹെർബൽ സൂപ്പ് തന്നെ ചെയ്യുന്നത്, അത് തന്നെ ധാരാളം എന്ന് പറയും. ടിമ്മാകെ എന്ത് ചെയ്തിട്ട് ഈ സാധനത്തിന് മാറ്റാൻ കഴിയുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യാന്നുള്ളതിലേക്ക് മീ എന്നുള്ള രീതിയിൽ നിൽക്കുക. അതിന് ശേഷം പൂവരനെ കാണിക്കുക. നമ്മൾ ആ ബേക്കറി സെറ്റപ്പ് ഇല്ലേ അവിടേക്ക് നിൽക്കുന്നത്. അപ്പോൾ യു ചോദിക്കും എൻ്റെ ഫ്രണ്ട് പാസ്ട്രി അങ്ങനെ എല്ലാം ഉണ്ടാക്കുള്ളൂ, ഓനിതൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ നോർത്ത് പറയും നമ്മൾ സെറ്റാണോ ഓനെല്ലാം ചെയ്യും, നമ്മൾ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ ഫ്രണ്ട് എടുത്തിട്ട് പൊക്കൂലേ, ആ പൊക്കിയിട്ട് ചാമ്പണ അമ്മ വർത്താന. അപ്പോൾ ഡെസേർട്ട് ഇവിടെയുള്ള മെനു മൊത്തം ഓൻ്റെ കഴിവുകളാണെന്നൊക്കെ പറയും. ഇതുമാതിരി ഒരു പാർട്ണറിനെ കിട്ടാൻ ഞാൻ മമ്മിച്ച് എന്തൊക്കെ ചെയ്യണം അങ്ങനെ ചോദിക്കും. ഞാൻ 4 പോലും ഇവിടെ തുടക്കല്ല, എനിക്കറിയോ അതൊന്നും കുഴപ്പമില്ല ഈ നോക്കിക്കോ അങ്ങനെ കൊണ്ട് കഴിയും അങ്ങനെ ഇരിക്കും. ഇമ്പ്രസീവ് എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്നിട്ട് ഒരു 2 കൂടെ കഷ്ടപ്പെട്ട് ട്രൈ ചെയ്ത ഒരു മീൻ തൊട്ടെടുത്തൊന്ന് നോക്കാം. 5 മീൻ കരച്ചിട്ട് അവസാനം ഉണ്ടാക്കിയതാണ്. ഞാൻ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നോക്കിയിട്ട് വരും നന്നായി ഞാൻ മീൻ തരാം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ, ഇല്ലെങ്കിൽ മൊത്തം കരിച്ചങ്ങളിൽ നിൽക്കും. അതിനുശേഷം വല്ല പ്രാക്ടീസും ഇങ്ങനെ നടണം കൂടെ വീട്ടിലേക്ക് എത്തുന്ന കാണിക്കാം. പറഞ്ഞു ഇന്നെക്കൊണ്ട് വൈകുന്നില്ല, ഞാൻ ടയേർഡാന്ന്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഓടിപ്പോയാലോ? പിന്നെ നമ്മൾ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തില്ല, നമ്മളിപ്പോൾ പഠിച്ച് നിൽക്കുക, നമുക്ക് സെറ്റാക്കാം നോക്കാൻ വെക്കാറ്. പറഞ്ഞു എനിക്ക് അതിനോടൊന്നും നല്ല പ്രശ്നം, എനിക്ക് കുക്ക് ചെയ്യുന്നതിലൊന്നും ഒരു പ്രശ്നമല്ല, അപ്പോൾ അതിനോട് എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് കുറേ നേരം പിടിച്ച് നിൽക്കണ്ട, എനിക്ക് അതാ പ്രശ്നം എന്നറിയും. അപ്പോൾ ഈ ചോദിക്കും നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ശരിക്കും പായുമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ചോദിക്കും. അങ്ങനെ നോക്കി ഇങ്ങനെ സീൻ അടിച്ച് പിന്നെ ഒരു ഫുഡ് അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുന്ന വീടൊക്കെ അലങ്കരിച്ച് വെക്കുന്ന കാണിക്കാം. അപ്പോൾ ലൈക്ക് ഫ്രിഡ്ജിലൊരു
ഉണങ്ങിയ നാരങ്ങ ഉണ്ടാവും. നാരങ്ങ കൊണ്ട് പറയും ഇതാണ് ഇപ്പോൾ ഈ ഒരു ഡേ ഫുള്ള് സെറ്റാക്കാൻ പോകണമെന്ന് പറയും. അങ്ങനെ ബെല്ലടിക്കുമ്പോൾ പോയി നോക്കും. പുറത്ത് പോയി നോക്കുമ്പോൾ ഇവർ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ ഉള്ളിൽ കയറി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ക്ഷണിച്ച് തരുമയ്യോ എന്തെങ്കിലും ചോദിക്കണം. അയ്യോ ചോദിക്കും ട്രാഫിക് എങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം സാധാരണ പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭയങ്കര റൂഡാ. അങ്ങനെ ഉണ്ട്. എന്നിട്ട് ചോദിക്കും നോർത്തിനോട് ചോദിക്കും ഇവിടെ ബാത്റൂം. അപ്പോൾ ടിമ്മ് അത് അവിടെയാണ്. അപ്പം എനിക്ക് അങ്ങനെ അറിയാം. അത് ഉറപ്പാണല്ലോ. നമ്മൾ അതിലെങ്ങനെ കയറി വന്നാൽ തൊട്ടപ്പുറത്ത് അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. പ്ലാൻ അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. കാർ ടിക്കറ്റ് ആണല്ലോ. അങ്ങനെ രീതിയിൽ പറയാം. ഒരുമാതിരി മനുഷ്യരെ പെട്ടല്ലോ പറയണ്ടില്ലേനു എവിടുന്ന് പോകുന്നു അങ്ങനെ ഒരു വൈബേനു. അങ്ങനെ കയ്യിൽ നിന്ന് പോയി വാരി പിടിച്ച് കയ്യിൽ തന്നെ എടുത്തണല്ലോ. എന്നിട്ട് ടിം പറയും എനിക്ക് വിഷമപ്പെട്ടു. നോർത്ത് യുനോട് ചോദിക്കും അമ്മ ഇപ്പോൾ വരൂലേ? അങ്ങ് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയായിരുന്നു. ഇപ്പോൾ എന്തായാലും വരും. ഞാൻ അങ്ങോട്ട് തിരിച്ച് ഫ്ലൈറ്റ് എടുക്കാം. സോറി ഞാൻ കാരണം അവിടെ കുറച്ച് നേരം കൂടെ നിൽക്കാൻ കഴിയില്ല. അതൊന്നും കുഴപ്പമില്ല. അതിലേക്ക് എന്ത് ചെയ്തിരിക്കുക? പായ് എന്തായാലും ഫുഡ് ഉണ്ടാക്കാനാണ് വിചാരിച്ച ഓന് ഇൻഗ്രീഡിയൻസ് കൊണ്ടു നിൽക്കുക പറയാം. അപ്പോൾ പായ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പായ് എന്നിട്ട് ചോദിക്കും യുനോട് കുക്ക് ചെയ്യുമോ? അപ്പോൾ യു പറയും ചെറുതായിട്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ജലേന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള പറയും. എനിക്ക് ഒരു വാർണിംഗ് ഒക്കെ പോലെ തോന്നിട്ടോ. വളരെ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ എല്ലാവരോടും പറയും മിസ്റ്റർ ടീം അവിടെ ഇരിക്കൂ, നിങ്ങൾ രണ്ടാൾ അവിടെ ഇരിക്കട്ടോ. അപ്പോൾ ടീം പറയും എന്നെ മിസ്റ്റർ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര ഉറച്ചങ്ങ് നോക്കും. ഒന്നുമില്ല എന്നാൽ ഇൻഗ്രീഡിയൻസ് ഒന്നും കൊണ്ട് കൊടുക്കും. അവർ പറയും അപ്പോൾ നോർത്ത് ഓൾ ദ ബെസ്റ്റ് നല്ലോണം ചെയ്യാം. അപ്പോൾ അടുക്കളയിൽ പോകുമ്പോഴേക്ക് രണ്ടും കൂടെ പാനി നോക്കിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ വരുന്നു, ഞാൻ ഹെൽപ്പ് ചെയ്യാം, കുക്ക് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞിട്ട് കയറി ചെല്ലും. ടിം എന്നിട്ട് വീട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ നോക്കിക്കോ. അങ്ങോട്ട് കണ്ടാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും അമ്മൻ്റെ ഫോട്ടോ. ഓൻ്റെ അമ്മ തന്നെ ടിമ്മിൻ്റെ അമ്മ തന്നെ യുവിൻ്റെ അമ്മ. ഇത് പെടുമല്ലോ എന്നുള്ള കാര്യം കാറും. അപ്പോൾ പായ് എന്തോ കുഴപ്പമുണ്ടോ? നമ്മൾ വാവ് എന്ത് ടാലൻറ്റഡാണ്. 3ാം ക്ലാസ്സിലെ ആം റെസ്ലിങ്ങിലും ഫസ്റ്റ് പ്രൈസ് എന്തൊക്കെ വന്ന് നോക്ക്, ഒരു കലാകാരനാണ്. അപ്പോൾ ഇവനോട് നോട്ട് ചോദിക്കുക അങ്ങനെയൊക്കെയാണ്. ചെറുതായിട്ട് അങ്ങനെ എലിമെൻ്ററി സ്കൂൾ അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് അടിക്കും. കാരണം മറ്റോ ചങ്ങായിയുടെ പഠിച്ചോനത് ഇപ്പോൾ പെട്ടുമല്ലോ എന്നുള്ള ചിന്തിക്കുമ്പോൾ പായ് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഫുള്ള് നോക്കും. അപ്പോൾ ഉണ്ട് അമ്മ ഉണ്ട് വരുന്നു. ഇതും കൂടെ ആയപ്പോൾ സ്വോത്രം തുറന്നല്ല ഒരു കുഴിമൂടി മൂടിയാൽ മതി. അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു കിട്ടിയപ്പോൾ പിടിച്ച് നിർത്താൻ വേണ്ടി ഇങ്ങോട്ട് നോക്കും പറയുമ്പോഴേക്കും പായ് തിരിഞ്ഞിട്ട് എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ അല്ലല്ല എനിക്ക് ഇപ്പം തന്നെ ഒന്നിന് പോകണം, എനിക്ക് അർജൻറ്റ്, എനിക്ക് പിടിച്ച് നിൽക്കാനേക്കുന്നില്ല, ഞാൻ പോയി വരാൻ നിൽക്കുക. അപ്പോൾ അമ്മ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കോണിമ്പലടിക്കാൻ പോകുമ്പോൾ പറയാം ആരെങ്കിലും സ്വന്തം വീട്ടിൽ കയറുമ്പോൾ കോണിമ്പലൊക്കെ അടിച്ച് കയറും. ചെന്ന് കയറി കൊടുക്കാൻ നിൽക്കുന്നത്. ടിമ്മ പെടുന്ന ബേജാറായിട്ട് മണ്ടിക്ക് ഇങ്ങനെ നിൽക്കുന്ന സീനിലാണ് ഈ പാട്ട് അവസാനിക്കുന്നത്. അടുത്ത പാട്ട് കണ്ടിട്ട് അതോടെ എനിക്ക് പറയാൻ എനിക്ക് ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്, കോമഡിയാണ്. അപ്പോൾ അടുത്ത പാട്ട് കാണാം.